എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 അവസാന യാത്രയാണ്. ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ നോക്കുമ്പോൾ പുതിയൊരു വർഷം നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടാകും. പുതിയൊരു വർഷത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി നമ്മളെത്തുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി ആസ്വദിക്കുവാനും ആ കാഴ്ചകൾക്കൊപ്പം സഞ്ചരിക്കുവാനും ശ്രമിക്കുക. ഏവർക്കും സ്വാഗതം. കാട്ടാനയുടെ ഇണചേരൽ എങ്ങനെയാണ്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ബന്ദിപ്പൂർ മുതുമല റോഡിൽ ഒരു അസുലഭ കാഴ്ച കാണുവാനിടയായി. 2 പിടിയാനകളും ഒരു കുട്ടിയാനയും പുല്ലുമെഞ്ഞു നിൽക്കുന്നു. കൂട്ടത്തിലെ വലിയ പിടിയാന പെട്ടെന്ന് ഒരു വശത്തേക്ക് മാറി നിന്നു. പിന്നിലെ കാടുകൾ വകഞ്ഞു മാറ്റി ആണൊരുത്തൻ്റെ രംഗപ്രവേശം. ഈ കൂട്ടത്തിലെ ആനയല്ല ആ ആനകൾക്കിടയിലേക്ക് കടന്നു വന്നത്. സാധാരണ രീതിയിൽ ഒരു ചീറ്റിലും തുമ്മലും എല്ലാം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ അതൊന്നും സംഭവിച്ചു കാണുന്നുമില്ല. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. പുതിയതായിട്ട് വന്ന കൊമ്പനാണ്. മറ്റേ വലതുവശത്തേക്കുന്ന പിടിയെ ട്യൂൺ ചെയ്യുന്ന കൊമ്പനാണ്. കൊമ്പ് കണ്ടോ? ചെറിയ കൊമ്പുണ്ടാണ്. അയ്യോ, അവൻ അടിപൊളി ആന കേട്ടോ. പിടിയാനകൾക്ക് ഇണ ചേരുവാൻ സമയമാകുമ്പോൾ അവയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഗന്ധത്തിൽ നിന്നാണ് പല സ്ഥലത്തു നിന്നും കൊമ്പന്മാർ അവിടേക്ക് എത്തുന്നത്. അതിൽ നിന്നും പിടിയാന തിരഞ്ഞെടുക്കുന്ന ഒരു കൊമ്പനുമായി അവ ഇണ ചേരും. ഇണ ചേരുവാനും ഇവയ്ക്ക് കുറച്ച് ദിവസങ്ങൾ തന്നെ എടുക്കുമെന്നതാണ്. സ്നേഹത്തോടെ ദിവസങ്ങളെടുത്ത് സാവകാശമാണ് ഇവയുടെ ഇണചേരൽ. ചില അവസരങ്ങൾ കൂടുതൽ ആനകളൊന്നും തന്നെ ഈ പിടിയാനകൾക്ക് മുമ്പിലേക്ക് എത്താറില്ല. ഈ അവസരത്തിലാണ് മോഴയാനകളുടെ കടന്നുകയറ്റം. പലപ്പോഴും പിടിയാനകൾ ഇവയ്ക്ക് വഴങ്ങാറില്ല എന്നതാണ്. നമുക്ക് മുന്നിലുള്ളത് നല്ല ഒന്നാന്തരം ഒരു കൊമ്പനാണ്. കടന്നു വന്നവൻ പിടിയാനയ്ക്ക് അരികിലേക്ക് മേറ്റിംഗ് മോഹവുമായി എത്തുകയാണ്. കടന്നു വന്ന കൊമ്പൻ പിടിയാനയുടെ അരികിലേക്ക് കടന്നു വരുന്നു. പിടിയാന കുറച്ച് മാറിയായി നിന്നു. കൊമ്പൻ പിടിയാനയുടെ പുറകിൽ വന്ന് മണം പിടിക്കുന്നു. അവൻ്റെ താല്പര്യം അവൻ അവിടെ അറിയിക്കുന്നു. മുന്നിലുള്ള പിടിയാന അധികം എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. തുമ്പിക്കയും വാലും പൊക്കി 2 ആനകളും ആശയവിനിമയം നടത്തുന്നു. ഇതാണ് ഇവരുടെ ഭാഷ. മണം പിടിച്ചു വന്നവൻ്റെ മുന്നിൽ പിണ്ടവും മൂത്രവും ഒഴിച്ച് പിടിയാനയുടെ പ്രതികരണം. താല്പര്യമില്ല എന്നോ ഇപ്പോൾ ഇതിനുള്ള സമയമല്ല എന്നോ ഒക്കെയാവാം. കാര്യം മനസ്സിലാക്കിയ കൊമ്പൻ സാവകാശം പിൻവലിയുന്നു. തന്നേക്കാൾ ചെറിയവളോടെങ്കിലും നീതിപൂർവമായി ഈ പെരുമാറ്റം മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടതാണ്. വന്യമൃഗങ്ങളെന്ന് മനുഷ്യൻ പേരിട്ട് വിളിക്കുന്ന ഈ ജീവികൾ കാണിക്കുന്ന മര്യാദ മനുഷ്യൻ കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. വലിയ ചിന്തയ്ക്കുള്ള വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചകൾ മാത്രമായി ഉൾപ്പെടുത്തുന്നത്. കാട്ടാനകളുടെ മീറ്റിംഗ് സമയത്ത് പല സമയങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. കൊമ്പന്മാർ തമ്മിൽ ഇതിനായി പലപ്പോഴും സംഘടനകളും ഉണ്ടാകാറുണ്ട്. എങ്കിലും അത് പിടിയാനകൾക്ക് മുമ്പിൽ പോലും അല്ല എന്ന് നമ്മൾ കണ്ട സത്യങ്ങളിൽ ഒന്നാണ്.
മേറ്റിംഗ് ഗന്ധവും ശബ്ദവും കിട്ടി വരുന്ന കൊമ്പന്മാരിൽ ഒരുവനെ തിരഞ്ഞെടുക്കുന്നു ഈ പിടിയാനകൾ തന്നെ എന്നത് പ്രധാന വസ്തുത തന്നെയാണ്. നമുക്ക് മുന്നിലുള്ള കാഴ്ചയിൽ തൊട്ടടുത്ത് മറ്റ് 2 ആനകൾക്കും ഒരു ഭാവവ്യത്യാസവും കാണിച്ചില്ല എന്നത് ആശ്ചര്യമുളവാക്കുന്നു. കൂടുതൽ അറിവുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. പരിമിതമായ നമ്മുടെ അറിവും കാലങ്ങളായുള്ള യാത്രയിൽ നിന്ന് കണ്ടു പരിചയമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടായാൽ തീർച്ചയായും തിരുത്തുക. മുന്നിലുള്ള കാട്ടുകൊമ്പൻ പരസ്പര ബഹുമാനത്തോടെ മടങ്ങുമ്പോൾ വല്ലാത്ത അഭിമാനബോധത്തോടെയാണ് ഞാൻ ഈ കാഴ്ച പകർത്തിയത്. കാരണം പ്രകൃതിയിലേക്ക്, അതിലധിവസിക്കുന്ന മിണ്ടാപ്രാണിയിലേക്കുള്ള എൻ്റെ യാത്ര അർത്ഥപൂർണമാകുന്നത് ഇതുപോലുള്ള തലയെടുത്ത് പിടിച്ച കാഴ്ചകൾ പകർത്തുമ്പോഴാണ്. ഒരു ദേഷ്യവും സങ്കടവുമില്ലാതെ പിടിയാനയ്ക്ക് പുറകിൽ നിന്ന് അകലുന്ന ആ കൊമ്പൻ ബന്ദിപ്പൂർ കാടുകളിലെ പ്രശസ്തനായ കൊമ്പനെന്നും പറയാതെയും പറ്റില്ല. വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്കുള്ള അവൻ്റെ യാത്രകൾ തുടരുകയാണ്. നീണ്ടു നിവർന്ന പാതയിൽ അവനരികിലായി നമ്മൾ നിർത്തിയിട്ടത് പകർത്തുമ്പോൾ ആ സമയത്ത് പോലും അവന് നമ്മളോടൊരു നീരസം തോന്നിയില്ല എന്നതാണ്. ഒട്ടും നിരാശനാകാതെ തലയെടുത്ത് പിടിച്ച് അവൻ നമുക്ക് മുന്നിൽ പുറകിൽ കൂടെ കടന്നു പോവുകയാണ്. കാട് കയറുന്ന അവനിൽ മുന്നിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് അടിച്ച് മുതുമലയ്ക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർന്നുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക. ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.